ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നെയ്മീനാണ്. അപ്പോൾ നെയ്മീൻ കറി വെച്ചിട്ടാട്ടോ നമുക്ക്. അപ്പോൾ വീഡിയോക്ക് പോയാലോ. അപ്പോൾ അതേ 1/2 കിലോ നെയ്മീൻ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ അതേ 2 കുടപ്പുളി എടുത്ത് വെള്ളത്തിൽ ചീന്തി ഇട്ടിട്ടുണ്ട്. ഒരു അരമുറി നാളികേരത്തിൻ്റെ പാല് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. 4 പച്ചമുളക് വെച്ചിട്ടുണ്ട് കീറി. ഒരു വലിയ കഷ്ണം നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 ചെറിയ തക്കാളി അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില, കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ട് നടുകീറി അതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ നോക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. അപ്പോൾ ഈ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർക്കണത്. നമ്മുടെ മീൻ കറിയൊക്കെ റെഡിയാക്കാനായിട്ട് ഒരു ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചട്ടിയെല്ലാം നല്ലപോലെ ചൂടായതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഏകദേശം ഒരു വലിയ ടീസ്പൂൺ ആണെങ്കിൽ 2 ടീസ്പൂണോളം, അതല്ല ചെറുതാണെങ്കിൽ 4 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പെരിഞ്ജീരകമൊക്കെ പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ ഇതിൽ വെളുത്തുള്ളിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ 2 കഷ്ണം വെളുത്തുള്ളി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വാടി വരണം. ഇഞ്ചി എല്ലാതും വാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല പോലെ നമുക്കിത് വാടി വരണം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി അല്ലാതെ ഒന്ന് വാടി തുടങ്ങണല്ലോ കേട്ടോ. ഇത് നമുക്ക് നല്ല പോലെ വാടി ഒരു ഗോൾഡൻ കളർ വരുന്ന വരയ്ക്ക് നന്നായി വാടി വരണം കേട്ടോ. നമ്മുടെ ഉള്ളി എല്ലാം നല്ല പോലെ വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ നന്നായി കുറച്ച് ഇട്ടിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടാകും, എന്നാലും ഒന്നും കൂടി പറയാണ്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. പൊടികളുടെ പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ പൊടികളുടെ പച്ചമണമൊക്കെ മാറി ഒന്നും നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തക്കാളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തള വന്നാൽ മതി കേട്ടോ. തക്കാളിക്ക് നന്നായി തിളച്ചിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പോളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്, തിളച്ച വെള്ളം. പച്ചവെള്ളം ഒരിക്കലും ചേർക്കരുത്, തിളച്ച വെള്ളം വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ. ഇതിലേക്ക് നമുക്ക് കുടപ്പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, വേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കറിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇത്രത്തോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിത് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് നന്നായി തള വരുന്ന വരയ്ക്ക് നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മുടെ മീൻകറിയൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്ന് ഇങ്ങനെ പറക്കിയിട്ട് കൊടുക്കാം കേട്ടോ. മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്നും ഇതിലേക്കൊന്നും ഇങ്ങനെ താത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്ക് വീണ്ടും വേവിക്കാം. നമ്മുടെ മീൻകറി എന്തായി നോക്കി നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ട് ഇതിൽ നമുക്ക് ഈ സമയത്ത് വേണം ഉപ്പും പുളിയും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാനേ പാടുള്ളൂ. പെട്ടെന്ന് എനിക്ക് ചുറ്റിക്കാനായിട്ട് പേടുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാത്ത. അപ്പൊ ഞാൻ പതുക്കെ ഇളക്കി കൊടുക്കും. അപ്പൊ നല്ല മണക്കെ വേണ്ടതാണ് എൻ്റെ ഇന്നലെ ക്യാമറമാൻ പറയണത്. അപ്പൊ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ നോക്കാട്ടോ. ഉപ്പും പുളിയൊക്കെ നമുക്കുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി വേവിക്കാം. മീൻകറിയൊക്കെ വറ്റി നല്ല പരിവായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച് വെച്ച നാളികേരപ്പാൽ. ഇനിയിപ്പോൾ നാളികേരപ്പാൽ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, അതല്ലാത്തവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ആയിട്ട് നമുക്ക് കൂട്ടാൻ ഓഫാക്കാം. അപ്പം ഞാൻ നാളികേരപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് തിളയ്ക്കരുത്, ഒന്ന് വെറുതെ ഒന്ന് പത വരാൻ പാടുള്ളേ. അപ്പം പത വന്നു
നമ്മൾ 2 വേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ. അപ്പോൾ നമ്മുടെ കറി എന്നിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് വിളമ്പാൻ പാടുള്ളൂ കേട്ടോ. അപ്പോഴാണ് കൂട്ടാനിലൊക്കെ നന്നായി പുളിയൊക്കെ നല്ല പോലെ പിടിക്കും.